ലോക്നാഥ് ബെഹ്റ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ ലോക്നാഥ് ബെഹ്റ, ഇതിപ്പോൾ ഒരു ചുവടുവെപ്പ് എന്ന് മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കൂ എങ്കിൽ പോലും എത്രത്തോളം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഈ നീക്കം? ഹലോ ഹലോ സർ, കേൾക്കാമോ? കേൾക്കാം. കടമ്പകൾ ഇനിയും ഏറെയുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു സ്റ്റെപ്പ് അത് എത്രത്തോളം പ്രതീക്ഷയോടെ കാണണം? അല്ല, ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലോ. തലസ്ഥാന നഗരിലെ ഒരു മെട്രോ സംവിധാനം ഉണ്ടാക്കണം, ഒരു പല ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് കുറെ വർഷമായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോ അലൈൻമെന്റ് നമ്മുടെ നിശ്ചയിച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം ഇതില് ഇപ്പോ ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട്, അതായത് DPR കുറച്ച് ഇപ്പൊ മാറ്റങ്ങൾ വരും. കാരണം ഇതിന്റെ അലൈൻമെന്റ് കുറച്ചുകൂടെ ചേഞ്ച് ആയി. അപ്പോ അത് എത്ര പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ DMRCക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ പെട്ടെന്ന് ചെയ്തു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ. ഒരു മാസം 1.5 മാസം അകത്തെ നമുക്ക് DPR കിട്ടിയ ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു അപ്രൂവൽ വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷം മാത്രം ഈ പണികളെ തുടങ്ങാൻ സാധിക്കും. നേരത്തെ ഈ പ്രൊജക്ട് ഒന്ന് ലാഗ് ചെയ്തിരുന്നു അതിന്റെ ടെക്നിക്കൽ കാരണങ്ങളാൽ. ഇനി അത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയില്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അങ്ങനെ ഒന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. കാരണം ഗവൺമെന്റിന്റെ ഒരു കംപ്ലീറ്റ് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പിന്നെ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വേണമല്ലോ. പിന്നെ ജനങ്ങളുടെ നിന്നും നമുക്ക് എല്ലാ കോർപ്പറേഷൻ സഹായ സഹകരണങ്ങളും കിട്ടും. അപ്പോ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. കാരണം ഇപ്പോ കുറെ വർഷമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരെ. അപ്പോ ഇപ്പോ ഞങ്ങളുടെ ആക്ച്വലി എത്ര ഒരു ടൈം ബൗണ്ട് ആയിട്ട് ഇതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. കാരണം അതിൽ നമ്മുടെ ഫുൾ കൺട്രോൾ ഇല്ല. കാരണം അപ്രൂവൽസുകൾ നമുക്ക് വേണ്ടി വരും. അതിനുള്ള സമയങ്ങൾ മാത്രം നോക്കണം. പക്ഷെ നമുക്ക് അത് സ്പീഡ് അപ്പ് ചെയ്യാം. ഈ കൊച്ചി മെട്രോ ആണല്ലോ നമ്മുടെ സ്റ്റേറ്റിലെ ഫസ്റ്റ് മെട്രോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നത് ഈ ട്രിവാൻഡ്രത്തേക്ക് എത്തുമ്പോൾ വേഗത, അതിൻ്റെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഒക്കെ കുറച്ചുകൂടി സ്പീഡിൽ ആകാൻ സഹായിക്കുമോ? അതെ, ആക്ച്വലി അതിൽ ഒരു ചെയ്യാൻ സാധിക്കും. കാരണം ഇപ്പൊ പുതിയ ടെക്നോളജികളെല്ലാം ചേഞ്ച് ആയി. പെട്ടെന്ന് കൺസ്ട്രക്ഷൻ കുറച്ചുകൂടി സ്പീഡ് അപ്പ് ചെയ്യാം. കാരണം പല കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. മറ്റേ കൊച്ചി മെട്രോ ഉണ്ടാക്കാൻ സമയത്ത് അതിൽ ആക്ച്വലി ഗ്യാപ്സുകൾ എന്താ ഉണ്ടായിരുന്നു അത് നോക്കിയിട്ട് നമുക്ക് അതൊന്ന് ശരിയാക്കിയിട്ട് പ്രവർത്തിക്കാം. അതുകൊണ്ട് ഇപ്പൊ എല്ലാ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്കാണ് ഇത് നടപ്പാക്കണം. സർ, ഈ കൊച്ചി സ്വാഭാവികമായും അതൊരു മെട്രോ നഗരം, ഒരു വ്യവസായ ഫോക്കസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. പക്ഷേ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കൂടുതൽ ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ട്. മെഡിക്കൽ കോളേജിന് പേഷ്യൻസ് അധികം എത്താനുള്ള സാധ്യതയുണ്ട്. ടൂറിസ്റ്റ് ഹബ്ബാണ്, IT മേഖലയുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചിയേക്കാൾ കൂടുതൽ ആളുകൾ, കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ തിരുവനന്തപുരത്ത് ഒരു സാധ്യത കാണുന്നുണ്ടോ സാർ? ചിലപ്പോൾ അങ്ങനെ ആക്കാം. കാരണം നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. കാരണം ഇവിടെ സാധാരണ ആൾക്കാർ കൂടുതലാണോ ആക്ച്വലി താമസിക്കുന്ന സ്ഥലമാണോ ട്രിവാൻഡ്രം. അപ്പോ ട്രിവാൻഡ്രമിലേക്ക് അപ്പോ ഞങ്ങൾ ഒരു 1 ലക്ഷം ആൾക്കാർ പ്രതീക്ഷിക്കാം ആദ്യം മുതൽ ആൾക്കാർ യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പൊ കൊച്ചിയിലെ എത്ര ഒരു 8 വർഷത്താകത്തെ 1 ലക്ഷം ഇപ്പോ ആയിട്ടുള്ളൂ. ഇപ്പോ നമുക്ക് ഒരു ഹയർ ബെഞ്ച് മാർക്കിൽ നിന്ന് തുടങ്ങാം. ഒരു 6 മന്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് കടക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതെ, ഗവൺമെന്റിന്റെ കംപ്ലീറ്റ് ആക്ച്വലി ഇതിലെ ഉണ്ടോ, ആക്ച്വലി സഹായമുണ്ടോ. പിന്നെ ക്യാബിനറ്റ് അപ്രൂവ് ചെയ്ത ശേഷം സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. വളരെ നന്ദി ശ്രീ ലോക്നാഥ് ബെഹ്റ. KMRLന്റെ MD തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹം വലിയ പ്രതീക്ഷ പുലർത്തുന്നു. മാത്രവുമല്ല, ഈ കൊച്ചി മെട്രോയുടെ ഒരു എക്സ്പീരിയൻസ്, അതിലും ആ എക്സ്പീരിയൻസും ഒപ്പം ടെക്നോളജിയിൽ ഉണ്ടായിട്ടുള്ള അഡ്വാൻറ്റേജ്, ആ ടെക്നോളജിയിലെ മാറ്റം അതുകൂടി പ്രയോജനപ്പെടുത്തുമ്പോൾ വളരെ വേഗത്തിൽ നിർമ്മാണ പ്രവർത്തികളിലേക്കൊക്കെ കടക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. എന്തായാലും ലോക്നാഥ് ബെഹ്റയുടെ വാക്കുകൾ അങ്ങേയറ്റം ശുഭപ്രതീക്ഷയാണ് നൽകുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് ആയി കൊച്ചി മെട്രോ മുന്നിലുണ്ട്. ഒപ്പം എൽദോ തന്നെ സൂചിപ്പിച്ചതുപോലെ നിരവധി സാധ്യതയാണല്ലോ. ഈ ഡെയിലി യൂസേഴ്സ് ഒരുപക്ഷെ കൊച്ചിയേക്കാൾ കൂടുതൽ സാധ്യത തിരുവനന്തപുരത്തുണ്ട്. കാരണം സർക്കാർ ജീവനക്കാർ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് കൃത്യമായി പറയാം. പിന്നെ ഒരു വൈഡ് ഏരിയയിലേക്ക്, ഇപ്പോൾ എൽദോ തന്നെ സൂചിപ്പിച്ചു ഡൽഹിയിലെ മെട്രോ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന്. ഡൽഹി യഥാർത്ഥത്തിൽ ബന്ധിപ്പിക്കുന്നത് ആ മെട്രോ ആണെന്ന് പറയാം. ഡൽഹി ഒരു ചെറിയ സംസ്ഥാനമാണ്.
ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ വലിപ്പവും ഒക്കെ നമുക്ക് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരത്തെയും ഇത്തരത്തിൽ അവിടുത്തെ ടൂറിസം ഹബ്ബുകൾ, ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെയുള്ള അല്ലെങ്കിൽ മറ്റ് ദേവാലയങ്ങളെ ബന്ധിപ്പിക്കുക, അങ്ങനെ എല്ലാ സാധ്യതയും മെട്രോയിൽ ഉണ്ട് എന്ന് വേണമല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും. ഇപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, അഭിലാഷും അത് എടുത്തു പറഞ്ഞു. ഈ കൊച്ചിയെ ഒരു നമ്മളൊരു വ്യവസായ നഗരമായി കാണുമ്പോഴും ട്രിവാൻഡ്രത്ത് ഈ സാധാരണക്കാരുൾപ്പെടെ ഇപ്പൊ അഭിലാഷ് പറഞ്ഞ സാലറീഡ് ഗവൺമെന്റ് എംപ്ലോയീസ്, അതോടൊപ്പം തന്നെ IT പാർക്ക്, കൊച്ചിയിൽ IT പാർക്ക് മാത്രമേ ഉള്ളൂ. അത്രയേറെ ഒരു സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ഉള്ള ഒരു തലസ്ഥാന നഗരമെന്ന പേരില്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിലുള്ള ആളുകൾ കുറവായിരിക്കും. ഒപ്പം വിദേശ ടൂറിസ്റ്റുകൾ കൊച്ചിയുടെ മെട്രോ ഇല്ലാത്ത ഭാഗങ്ങൾ, ഫോർട്ട് കൊച്ചി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ട്രിവാൻഡ്രത്ത് അങ്ങനെയല്ല, സിറ്റിയിൽ കൂടി ആയിരിക്കും എല്ലായിടത്തേക്കും കടന്നു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള സാധ്യതകൾ, കൂടുതൽ ആളുകൾ അത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. അതോടൊപ്പം ഇപ്പൊ അഭിലാഷും താങ്കളുടെ റിപ്പോർട്ടറും സൂചിപ്പിച്ച ഒരു പേടി, നമ്മുടെ കേരളത്തിലെ എല്ലാ വികസനങ്ങൾ കാണുമ്പോഴുമുള്ള ഒരു പേടിയുണ്ട്. കാരണം ഇലക്ഷന് തൊട്ട് മുന്നേ ഉള്ള ഒരു പ്രഖ്യാപനം, അതോടൊപ്പം ഇപ്പോൾ സാറ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് അപ്രൂവൽസ് ഇതിന് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇതിന് വേണ്ടി വരുന്ന ഒരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെറുതല്ല. അപ്പോൾ അതിന് ഒരുപാട് അപ്രൂവൽസ്, അത് സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എല്ലാം അതിൽ പങ്കുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള പേടി എനിക്കുണ്ട്. പക്ഷെ പ്രതിപക്ഷത്ത് നിന്ന് എനിക്ക് തോന്നുന്നു ആ രീതിയിലുള്ള ഒരു സമരങ്ങളോ ഒന്നും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല. കാരണം കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന രണ്ട് ഗവൺമെന്റിന്റെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്നപ്പോൾ തുടക്കം കുറിച്ചു, അതിനുശേഷം പിന്നീട് വന്ന ഗവൺമെന്റ് ഇപ്പൊ രണ്ടാം ഘട്ടം നടപ്പാക്കുന്നു. അപ്പോൾ ഇത് ജനങ്ങൾക്ക് എതിരാകുമെന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ ഇതിലുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ ഈ ഒരു ചെറിയ സമയം കൊണ്ട്, 6 മാസം എന്നൊക്കെ പറഞ്ഞ ഒരു സമയം കൊണ്ട് ഇത് എത്ര മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ഇപ്പോൾ താങ്കളും റിപ്പോർട്ടറും പറഞ്ഞതുപോലെയുള്ള ആശങ്കകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അഭിലാഷോട് ഞാൻ വളരെ രസകരമായ 2 കാര്യങ്ങൾ പറയാം. ഞാനിവിടെ സേ നോ ടു ഹർത്താലിന്റെ ഒരു വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കൊച്ചിയിൽ. അപ്പോ ഈ ഹർത്താൽ ദിനത്തിൽ ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ ആദ്യം കണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ മെട്രോ സർവീസ് ഉണ്ടാകുമോ എന്നുള്ളത്. പക്ഷെ വളരെ നല്ല രീതിയിൽ പറയുകയാണെങ്കിൽ മെട്രോ ഏൽക്കാത്ത 2 കാര്യങ്ങളെ കേരളത്തിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന്, മെട്രോ ഈ ഹർത്താൽ നടക്കുന്ന ദിവസങ്ങളിൽ IT പാർക്കുകൾ ആളുകൾ ജോലിക്ക് വരും, ഏതെങ്കിലും രീതിയിൽ ജോലിക്ക് വരും, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യും. കൊച്ചി മെട്രോയും നമ്മുടെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷൻ, ഇത് 3 സർവീസ് നടക്കാറുള്ളൂ യൂഷ്വലി. അപ്പോൾ അത് തന്നെ വളരെ എന്താ പറഞ്ഞാൽ ആളുകൾ ഒരു വ്യത്യസ്ത രീതിയിലാണ് ഗതാഗതത്തെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ സമരക്കാർ എന്തുകൊണ്ട് ഇത് തടയുന്നില്ല? ഒരുപക്ഷെ റെയിൽവേ അവരിടയ്ക്ക് തടയാറുണ്ട്, പക്ഷെ ഒരു മെട്രോ തടഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അർബൻ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്, ഒരു ഭാവിയെ നോക്കിക്കണ്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് എന്നുള്ള തിരിച്ചറിവ് സമരം ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർ മെട്രോ റെയിൽ തടയാത്തത്.